നമ്മൾക്ക് വേറെ ഗ്രഹങ്ങളുടെ നോട്ടവും വേറെ ഗ്രഹങ്ങളുടെ സാന്നിധ്യവും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശുക്രനെ മോശക്കാരനായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശുക്രൻ നല്ലതാണ്. ശുക്രൻ പ്രസാദിച്ച് നിന്നാൽ, ശുക്രൻ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു രാശിയിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നല്ല പ്രസന്നവാനായിരിക്കും അയാൾ. ജീവിതത്തിൻ്റെ ഭൗതിക മെറ്റീരിയൽ ലൈഫിൽ അയാൾക്ക് വിജയം ഉണ്ടാകും. അപ്പോൾ അയാൾക്ക് നല്ല കാറുണ്ടാവും, നല്ല വീടുണ്ടാവും, നല്ല ഭാര്യ ഉണ്ടാവും, സുന്ദരിയായ ഭാര്യ ഉണ്ടാവും, നല്ല മക്കളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ അയാൾക്ക് എല്ലാ കാര്യങ്ങളും, മഹാലക്ഷ്മിയാണ്, ശുക്രൻ്റെ കടാക്ഷമുള്ളവരാണ് ഈ ശുക്രൻ്റെ സാന്നിധ്യമുള്ളവരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമയമായ മെറ്റീരിയൽ, ഭൗതികമായ, സ്പിരിച്വൽ പറയാൻ പറ്റില്ല നമുക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ല അവരെ ശ്രദ്ധ മുഴുവനും ഇങ്ങനെയാണ്. ഒരു കാറ് മേടിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത് അടുത്തത് ഇതിലേ നല്ലൊരു കാറ് വാങ്ങണം. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് സാരികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ താല്പര്യമായിരിക്കും. അവരത് ഉടുത്തണിഞ്ഞ് വരുന്നത് കാണാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അതാണ് ശുക്രൻ്റെ ഇത്. അപ്പോൾ ഇപ്പോൾ ശുക്രൻ നിന്നിരുന്നത് മീനൻ രാശിയിലായിരുന്നു നിന്നത്. ഇനി 31-ാം തീയതി ആകുമ്പോൾ അതിന് മാറ്റം വരുന്നു. അപ്പോൾ അവിടെ ശനിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശനി അപ്പോൾ ഒരു ഹാർഡ്ഷിപ്പാണ്. ശുക്രൻ്റെ എല്ലാ ഇളക്കങ്ങളും, ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഒരു ടീനേജുകാരി കുട്ടി നമ്മുടെ വീട്ടിൽ മോളുണ്ട്, അമ്മ ഭയങ്കര കർക്കശക്കാരിയാണെങ്കിൽ ആ കുട്ടിയുടെ ഇളക്കങ്ങളൊക്കെ അമ്മയുടെ മുമ്പിലെങ്കിലും അവള് അങ്ങനെ നിൽക്കും. അതേപോലെ ശനി ഇത്തിരി കർക്കശക്കാരനായതുകൊണ്ട് ഒരു ഇളക്കത്തിനും അവിടെ വലിയ സ്കോപ്പ് ഇല്ലായിരുന്നു. പിന്നെ നിന്നിരുന്നത് ഗുരുവിന്റെ വീട്ടിലും കൂടിയായിരുന്നു. അപ്പൊ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതാണ് മീനൻ രാശിയിൽ, എങ്കിൽ പോലും അത് കുറച്ചൊന്ന് പതുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനി വരുന്ന മാളവ്യ യോഗത്തോടു കൂടി നിൽക്കുന്ന ഇപ്പുറത്തേക്ക് കടന്നു, മേടത്തിലേക്ക് വന്നു. അപ്പൊ മേടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ മേടൻ രാശിക്കാർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു കഷ്ടപ്പാടിന്റെ ഒരു സമയം കൂടി എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. 12ലേക്ക് അവർക്ക് 7 തുടക്കം വന്നു. അപ്പോൾ അതുപോലെ തന്നെ വ്യാഴം പോയിട്ട് മേടം, ഇടവം, മിഥുനം 3ലേക്ക് വ്യാഴം വന്നു. അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടി നിന്ന സ്ഥലത്തേക്കാണ് മേടത്തിൽ ശുക്രൻ വരുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ശുക്രൻ വരുന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ, മനസ്സിന് തന്നെ ഒരു ഉണർവുണ്ടാകും. അതുപോലെ തന്നെ ഇതുപോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങാനുള്ള ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് ഒരു സ്ത്രീയാണെങ്കിൽ കുറേ നാളായിട്ട് നമ്മളൊരു ലിപ്സ്റ്റിക്ക് ഒരു പുതിയത് വാങ്ങണം, പുതിയ ബ്രാൻഡ് വാങ്ങണം, വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അതിനുള്ളൊരു ചാൻസ് വരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു വാഹനം മാറ്റി വാങ്ങണമെന്ന് വിചാരിക്കണം, പെട്ടെന്ന് അത് വാങ്ങാനുള്ള, നല്ലൊരു വീട്, അങ്ങനെ വീട്, വാഹനം, ഇതുപോലുള്ള സൗന്ദര്യ വസ്തുക്കൾ, പെർഫ്യൂംസ്, ഇതൊക്കെ അത് എല്ലാം. അതുപോലെ പണവും ഒരു പരിധിവരെ ഇത് റിലേറ്റഡ് വരുമ്പോഴത്തേക്ക് ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകാനും കിട്ടാതിരുന്ന് പോയ പണങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരാനും അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു രീതി വരും മേടൻ രാശിക്കാർക്ക്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.